ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്ക് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിലേക്ക് പോകാം. ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ടു ഫൈൻഡ് ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. That is, we have already discussed northwest corner method, and the second method is lowest cost entry method. Northwest കോർണർ മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു. നോർത്ത് വെസ്റ്റ് കോർണർ സെല്ലിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതും നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലോവസ്റ്റ് കോസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ അതുപോലെ തന്നെ മെട്രിക്സ് ഫോം ചെയ്യുന്നു. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ സെൽ ഏതാണോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണൊരു വ്യത്യാസമുള്ളത്. ഇതിൻ്റെ അകത്ത് തിയറി നമുക്ക് നോക്കാം. ചൂസ് ദി സെൽ ഹാവിങ് ദ ലോവസ്റ്റ് കോസ്റ്റ് ഇൻ ദി മെട്രിക്സ്. നമുക്ക് തന്നിരിക്കുന്ന ടേബിളിലെ ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അലോക്കേറ്റ് ദെയർ ആസ് മച്ച് ആസ് പോസിബിൾ വിച്ച് ഈസ് ദ മിനിമം ഓഫ് ദി റോ ടോട്ടൽ ആൻഡ് കോളം ടോട്ടൽ. നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്തതുപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും നമുക്ക് തന്നിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് ഓരോ റോയിലും ടോട്ടൽ ആയിട്ട് വരുന്ന എത്ര യൂണിറ്റ്സ് ആണ്, അതുപോലെ കോളം വൈസും എത്ര യൂണിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ മിനിമം നമുക്ക് ചൂസ് ചെയ്യാം. Thus either a row total or a column total is exhausted. അപ്പം എത്രയാണോ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ സപ്ലൈ നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ സപ്ലൈ ആവുമ്പോൾ അത് റോ വൈസ് വരും. അപ്പോൾ എന്ത് ചെയ്യണം, ആ റോ നമ്മൾ ക്രോസ് ഓഫ് ചെയ്യണം. ദെൻ കോളം വൈസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വന്നത്. അതായത് മിനിമം നമ്മൾ ഡിമാൻഡാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് രണ്ടിൽ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണറിൽ ചൂസ് ചെയ്തതുപോലെ തന്നെയാണ്. അത് രണ്ട് യൂണിറ്റ്സും കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മിനിമം ആയിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത്രയും യൂണിറ്റ്സാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ആ റോയോ കോളമോ ക്രോസ് ഓഫ് ചെയ്യും. ഫ്രം ദ റെഡ്യൂസ്ഡ് മെട്രിക്സ്, നമ്മൾ പുതിയ മെട്രിക്സ് എത്രയാണോ പുതിയതായിട്ട് വരുന്ന മെട്രിക്സിൽ വരുന്നത് അതനുസരിച്ച് നമ്മൾ പുതിയ മെട്രിക്സ് ഫോം ചെയ്യും. ലൊക്കേറ്റ് ദ സെൽ ഹാവിങ് ദ ലോവസ്റ്റ് കോസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു സെല്ല് വീണ്ടും ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള മിനിമം യൂണിറ്റ്സ് നമ്മൾ അവിടെയും ഈ പറഞ്ഞതുപോലെ സപ്ലൈയും ഡിമാൻഡും കമ്പയർ ചെയ്ത് മിനിമം ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമ്മളുടെ കംപ്ലീറ്റ് യൂണിറ്റ്സും എക്സോസ്റ്റ് ആവുന്നത് അത്രയും വരെ നമ്മൾ എന്ത് ചെയ്യണം, ആ മെട്രിക്സ് ഫോം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതാണ് ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്. അപ്പം ഇത് നമ്മളുടെ നോർത്ത് വെസ്റ്റ് കോർണറുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. നോർത്ത് വെസ്റ്റ് കോർണർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും 1 സെല്ലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. Find the initial feasible solution to the following transportation problem by lowest cost entry method. ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നു ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫാക്ടറീസ് തന്നിട്ടുണ്ട്, ദെൻ ഡിഫറെൻറ്റ് വെയർ ഹൗസസ് തന്നിട്ടുണ്ട്. അപ്പം 4 ഫാക്ടറീസും 3 വെയർ ഹൗസസും ആണ് ഉള്ളത്. അപ്പം ഓരോ ഫാക്ടറിയിൽ നിന്നും ഓരോ വെയർ ഹൗസസിലേക്ക് എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റുകൾ മെട്രിക്സിൽ തന്നിരിക്കുന്നു. അപ്പം F1 നിന്നും ഫസ്റ്റ് വെയർ ഹൗസിലേക്ക് എത്തുന്നതിന് 2 rupees ആണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഇതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഏതാണ് നോക്കുക. അപ്പം ഈ ഒരു സെല്ലിൽ നമുക്ക് 1 rupees ആണ് കാണുന്നത്, ദെൻ ഈ ഒരു സെല്ലിലും 1 ആണ് കാണുന്നത്. അപ്പം ഇത് രണ്ടും ലീസ്റ്റ് കോസ്റ്റസ് ആണ്. അപ്പോൾ ഇത് സെൽ വൈസ് നോക്കുമ്പോൾ സെക്കൻഡ് റോയും തേർഡ് കോളവും ആണ്. അതായത് 2, 3 സെല്ലെന്ന് നമുക്കിതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. 2, 3 സെല്ലിൽ വന്നിരിക്കുന്നത് 1 ആണ്. അപ്പം ഏറ്റവും അത് അവിടെ ലീസ്റ്റ് കോസ്റ്റ് ആണ്. ദെൻ ഇത് നോക്കുമ്പോൾ റോ വൈസ് 4ഉം ദെൻ കോളം വൈസ് നോക്കുമ്പോൾ 1ഉം ആണ്. അപ്പോൾ 4, 1 സെല്ലിലും 2, 3 സെല്ലിലും 1 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് ഇത് തന്നെ ചൂസ് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 2, 3 സെല്ലാണ്. അപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം, നമ്മുടെ ഇത് എന്ന് പറയുന്നത് സപ്ലൈ ആണ്, അതായത് അല്ലെങ്കിൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഫാക്ടറി 1ൽ 5 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫാക്ടറി 2ൽ 8 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫാക്ടറി 3ൽ 7 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫാക്ടറി 4ൽ 14 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ്സ് ആണ്, 34 യൂണിറ്റ്സ് വരും അല്ലേ. 34 യൂണിറ്റ്സ് ആണ്. ദെൻ ഇവിടെ അതുപോലെ തന്നെ വെയർ ഹൗസ്, ഫസ്റ്റ് വെയർ ഹൗസിൽ 7 യൂണിറ്റ്സ് ആണ് ആവശ്യമുള്ളത്, സെക്കൻഡ് വെയർ ഹൗസിൽ 9 യൂണിറ്റ്സ് ആവശ്യമുണ്ട്, തേർഡ് വെയർ ഹൗസിൽ 18 യൂണിറ്റ്സ് ആവശ്യമുണ്ട്.
അല്ലെങ്കിൽ റിക്വയർഡ് ആണ്, ഡിമാൻഡാണ്. അപ്പം ഇത് നോക്കുമ്പോഴും 34 വരും. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡും നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡിമാൻഡും ഈക്വൽ ആണോ എന്നുള്ളത്. അപ്പോൾ രണ്ടും 34 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് മെട്രിക്സ് ആണ്. ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണെന്നുള്ളത് മനസ്സിലായി. രണ്ടും ഈക്വൽ ആണ്, ടോട്ടൽ രണ്ടും ഈക്വൽ ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡും നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡിമാൻഡും ഈക്വൽ ആണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു സെല്ലിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലോവസ്റ്റ് കോസ്റ്റ് ആയിട്ട് നമ്മളിത് ചൂസ് ചെയ്യുന്നു, അതായത് 2, 3 സെല്ല് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മൾ നോക്കുക, ടോട്ടൽ യൂണിറ്റ്സ് നമുക്ക് 8 യൂണിറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഡിമാൻഡ് ചെയ്യുന്നത് 18 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിനിമം നമുക്ക് 8 യൂണിറ്റ്സ് മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെല്ലിൽ നമ്മൾ 8 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്യണം. 8 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്യുക. അപ്പോഴത്തേനും ഈ ഒരു F2 എന്ന് പറയുന്ന ഫാക്ടറിയിൽ പിന്നെ ഇനി ഇത്രയും യൂണിറ്റ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കംപ്ലീറ്റ് അലോക്കേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു റോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് ക്രോസ് ചെയ്യാം അല്ലേ. 8 യൂണിറ്റ്സ് എന്ന് പറയുന്ന അത്രയും ഫാക്ടറീസിൽ, ആ ഫാക്ടറിയിൽ അത്രയും യൂണിറ്റ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം W3 എന്ന് പറയുന്ന വെയർ ഹൗസിൽ 18 ആണ് ഡിമാൻഡ് ചെയ്തത്. അതിൽ 80 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 10 യൂണിറ്റ്സ് മാത്രമേ അവിടെ ഡിമാൻഡ് വരുന്നുള്ളൂ. അപ്പം നമുക്ക് പുതിയ റെഡ്യൂസ്ഡ് മെട്രിക്സ് ഫോം ചെയ്യാം. അപ്പം ഇവിടെ റെഡ്യൂസ്ഡ് മെട്രിക്സ് ഫോം ചെയ്യുമ്പോൾ ഈ ഒരു റോ ഇനി എക്സിസ്റ്റ് ചെയ്യില്ല. F2 എന്ന് പറയുന്ന ഒരു റോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി 2, 5, 1, 7, 4, 6, then 4, 7, 2 ഇതാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ 18 യൂണിറ്റ്സ് ആയിരുന്നു നീഡഡ്. അതിൻ്റെ അകത്ത് 8 യൂണിറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 10 യൂണിറ്റ്സ് മാത്രമേ റിമൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പുതിയ മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുക. ഇവിടെയും നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് ഏതാണ് നോക്കുക. ലീസ്റ്റ് കോസ്റ്റ് നമുക്ക് മനസ്സിലായി 4, 1 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിലാണ് ലീസ്റ്റ് കോസ്റ്റ്, അതായത് 1 റുപ്പീസാണ്. ബാക്കിയുള്ള കോസ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് 1 റുപ്പീസാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു കോളം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിൽ നമുക്ക് 7 യൂണിറ്റ്സ്, അതായത് W1 എന്ന് പറയുന്ന വെയർഹൗസിൽ 7 യൂണിറ്റ്സ് ആണ് നീഡഡ് ആയിട്ടുള്ളത്. അവിടെ F4 എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറിയിൽ 14 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 7 യൂണിറ്റ്സ് മാത്രമാണ് W1 ആവശ്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും മിനിമം ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 7 ആണല്ലോ, 14ഉം 7ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 7 ആണ് മിനിമം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 7 യൂണിറ്റ്സ് ഈ ഒരു സെല്ലിൽ അലോക്കേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ. 7 യൂണിറ്റ്സ് ആണ് നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെല്ലാണ് നമ്മൾ ചൂസ് ചെയ്തത്. കാര്യം മിനിമം കോസ്റ്റ് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടോട്ടൽ അവൈലബിലിറ്റിയും ടോട്ടൽ ഡിമാൻഡും കമ്പയർ ചെയ്യുക. അതിൻ്റെ അകത്ത് മിനിമം എന്ന് പറയുന്നത് 7 ആയതുകൊണ്ട് 7 ഇവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു W1 കാര്യം അവരുടെ ഡിമാൻഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. W1 എന്ന് പറയുന്ന വെയർഹൗസിൻ്റെ ഫസ്റ്റ് വെയർഹൗസിൻ്റെ ഡിമാൻഡ് 7 ആയിരുന്നു. അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം, ആ ഒരു കോളം നമുക്ക് ക്രോസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഈ ഒരു കോളം എന്ത് ചെയ്യില്ല, റിമൈൻ ചെയ്യില്ല. അതുമാത്രമല്ല 14 യൂണിറ്റ്സ് ആയിരുന്നു F4ൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് 7 യൂണിറ്റ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി അവിടെ 7 യൂണിറ്റ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം അതനുസരിച്ച് നമുക്ക് പുതിയ സെല്ല്, പുതിയ മെട്രിക്സ് ഫോം ചെയ്യാം. പുതിയ മെട്രിക്സിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ഇനി ഈ കോളം എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 7, 4, 6, 4, 7, 2 ഈ ഒരു മെട്രിക്സ് മാത്രമേ പുതിയതായിട്ട് റിമൈൻ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഇവിടെ ഇനി 7 യൂണിറ്റ്സ് മാത്രമേ റിമൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് പുതിയ മെട്രിക്സ് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക ഏത് സെല്ലിലാണ് ഏറ്റവും മിനിമം കോസ്റ്റ് വരുന്നത്. 7, 4, 4, 7, 6, 2 ആണ് ഏറ്റവും മിനിമം കോസ്റ്റായിട്ട് വന്നിരിക്കുന്ന സെല്ല് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് പിന്നെ ഏത് സെല്ലിലാണിത് വരുന്നത്, അലോക്കേറ്റ് ടു ദ സെൽ 3, 2 അല്ലേ. അതായത് ഈ ഒരു തേർഡ് റോയും അതുപോലെ തന്നെ സെക്കൻഡ് കോളവും. അപ്പം 3, 2 എന്ന് പറയുന്ന സെല്ലാണിത് അല്ലേ. തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം. അപ്പം 3, 2 സെല്ലിൽ നമ്മളത് അലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് F4 എന്ന് പറയുന്ന ഫാക്ടറിയിൽ 7 യൂണിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിമാൻഡ് ചെയ്യുന്നത് 10 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മിനിമം ആയിട്ട് വരുന്നത് 7 ആണ്. അതുകൊണ്ട് നമ്മളിവിടെ 7 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ
അപ്പം F4 ഫാക്ടറിയിൽ 7 യൂണിറ്റ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10 യൂണിറ്റ്സ് W3യിൽ ആവശ്യമാണെന്നുണ്ടെങ്കിലും 7 യൂണിറ്റ്സ് നമുക്ക് ആ ഒരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് മിനിമം 7 മാത്രമേ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 7 യൂണിറ്റ്സ് ഈ ഒരു സെല്ലിൽ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഫാക്ടറി പിന്നെ ഇനി റിമൈൻ ചെയ്യുന്നില്ല, കാര്യം ആസ് എ കംപ്ലീറ്റ് യൂണിറ്റ്സ് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫാക്ടറി ഇനി റിമൈൻ ചെയ്യില്ല. ഈ ഒരു റോ നമ്മൾ ക്രോസ് ഓഫ് ചെയ്യുന്നു. പുതിയ മെട്രിക്സ്. അപ്പം ഇവിടെ 10 ആയിരുന്നു ഡിമാൻഡ് ചെയ്തിരുന്നത്. W3 വെയർ ഹൗസിൽ 10 യൂണിറ്റ്സ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. 7 യൂണിറ്റ്സ് മാത്രമേ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി 3 യൂണിറ്റ്സും കൂടി അവർക്ക് ബാക്കി ആവശ്യമുണ്ട്. നമുക്ക് പുതിയ മെട്രിക്സ് ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രയും മാത്രമേ എക്സിസ്റ്റ് ആവുന്നുള്ളൂ. 7 4 4 7. ഇവിടെ നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് നോക്കുക. അപ്പോൾ 2 സെല്ലുകളിൽ 4 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോ വൈസ് നോക്കുമ്പോൾ ആദ്യം വരുന്നത് 2-1 സെല്ലാണ് അല്ലേ, ഇത് 2-1 സെല്ലാണ്. അപ്പോൾ ഈ ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ടോട്ടൽ അവൈലബിലിറ്റിയും ടോട്ടൽ ഡിമാൻഡും. അപ്പം 7 യൂണിറ്റ്സ് മാത്രമേ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ 7 യൂണിറ്റ്സ് മിനിമം വരുന്നതാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 7 യൂണിറ്റ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പം ഈ ഒരു ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. അത് നമുക്ക് ക്രോസ് ഓഫ് ചെയ്യാം. അപ്പോൾ പുതിയ മെട്രിക്സ് നമുക്ക് ഫോം ചെയ്യാം. ഇനി F1 ഫാക്ടറി മാത്രമേ റിമൈൻ ചെയ്യുന്നുള്ളൂ, 2 വെയർ ഹൗസസും. അപ്പം F1 ഫാക്ടറിയിൽ 5 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വെയർ ഹൗസിൽ 2 യൂണിറ്റ്സും തേർഡ് വെയർ ഹൗസിൽ 3 യൂണിറ്റ്സുമാണ് പിന്നെ നീഡഡ് ആയിട്ടുള്ളത്, ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അത്രയും സപ്ലൈ നമുക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് കുറഞ്ഞ കോസ്റ്റ് വരുന്ന സെല്ലിൽ തന്നെ അലോക്കേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ 3 യൂണിറ്റ്സ് ആണ് തേർഡ് വെയർ ഹൗസിൽ ആവശ്യമായിട്ടുള്ളത്. 3 യൂണിറ്റ്സും നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് റിമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്തു. ദെൻ ഇവിടെ ഇനി ബാക്കി F1 ഫാക്ടറിയിൽ 2 യൂണിറ്റ്സും കൂടി ഉണ്ട്. അപ്പോൾ ആ സെയിം 2 യൂണിറ്റ്സ് സെക്കൻഡ് വെയർ ഹൗസിൽ ആണ് നീഡഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മെട്രിക്സ് നമ്മൾ കൃത്യമായിട്ട് കോസ്റ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് അലോക്കേഷൻസ് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് നമ്മളുടെ അലോക്കേഷൻസ് എല്ലാം കൊടുത്ത ആ ഒരു മെട്രിക്സ് നമ്മൾ ഒന്നും കൂടി ഡ്രോ ചെയ്യണം. തുടക്കം മുതലേ ഉള്ള നമ്മുടെ എല്ലാ കോസ്റ്റുകളും അതുപോലെ തന്നെ ഓരോ സെല്ലിലും നമ്മൾ എത്രയാണോ ഡിഫറെൻറ്റ് മെട്രിക്സ് ഫോം ചെയ്ത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതൊന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സെല്ലിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, കാരണം ഇവിടെയാണ് ലീസ്റ്റ് കോസ്റ്റ് ആയിട്ട് വന്നത് അല്ലേ. ലീസ്റ്റ് കോസ്റ്റ് ഇവിടെ നമ്മൾ 8 യൂണിറ്റ്സ് ആയിരുന്നു അലോക്കേറ്റ് ചെയ്തത്. പിന്നെ അടുത്ത ലീസ്റ്റ് കോസ്റ്റ് വന്നത് ഈ സെല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 7 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്തു. പിന്നെ 2 റുപ്പീസ് വന്ന ഈ ഒരു സെല്ലിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തത്. അപ്പം കോസ്റ്റ് ബേസ്ഡ് നമ്മൾ ഡിഫറൻറ്റ് സെല്ലുകളിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സുകൾ എഴുതുക. എന്നിട്ട് നമ്മൾ ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ, അതായത് നമ്മുടെ റിം റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പം F1 ഫാക്ടറിയിൽ നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് 5 യൂണിറ്റ്സ് ആണ് അല്ലേ, ഈ 5 യൂണിറ്റ്സ് ആണ്. അത്രയും തന്നെയാണോ അലോക്കേഷൻസ് വന്നിരിക്കുന്നത് നോക്കുക. ആണല്ലോ, 2 + 3 5 ആണ് വന്നിട്ട്, അത് സെയിം ആണ്. ഇനി നമ്മൾ ഫാക്ടറി 2 ചെക്ക് ചെയ്യുക. ഈ നമ്മുടെ ടോട്ടൽ അവൈലബിലിറ്റിയും നമ്മുടെ അലോക്കേഷൻ്റെ യൂണിറ്റ്സ് സെയിം ആണോ എന്നുള്ളത്. 8 സെയിം തന്നെയാണ്. ദെൻ F3 ഫാക്ടറിയിൽ നോക്കുക, അവിടെ 7 യൂണിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതും 7 ആണ്. ദെൻ F4 ഫാക്ടറി നോക്കുക, അവിടെ 14 യൂണിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 7 + 7 14 തന്നെയാണ്. ഇനി നമ്മളുടെ ഡിമാൻഡ്, അതായത് ഓരോ കോളംസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യുക. വെയർ ഹൗസ് 1ൽ 7 യൂണിറ്റ്സ് ആയിരുന്നു നീഡഡ് ആയിട്ടുള്ളത്, 7 യൂണിറ്റ്സും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് വെയർ ഹൗസിൽ 9 യൂണിറ്റ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ട് നീഡഡ് ആയിട്ടുള്ളത്, ഡിമാൻഡ് ചെയ്തിരുന്നത് 7 + 2, അതായത് 9 യൂണിറ്റ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. തേർഡ് വെയർ ഹൗസിൽ നമുക്ക് 18 യൂണിറ്റ്സ് ആയിരുന്നു ഡിമാൻഡ് ചെയ്യപ്പെട്ടിരുന്നത്, നമ്മൾ 8 + 3 + 7 ദാറ്റ് ഈസ് 18 യൂണിറ്റ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടി. ഇതിനെയാണ് നമ്മൾ റിം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. തിയറി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇനി നമുക്കിതിൻ്റെ കോസ്റ്റ് നോക്കാം. അപ്പം ഓരോ സെല്ലിലും അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ്സ് അതിൻ്റെ കോസ്റ്റുമായിട്ട് ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 2 യൂണിറ്റ്സ് × 7 rupees + 3 × 4 8 യൂണിറ്റ്സ് × 1 rupee 7 +
7 units into 4 rupees plus 7 units into 1 rupees plus 7 units into 2 rupees എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 83 റുപ്പീസാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നോർത്ത് വെസ്റ്റ് കോർണർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സെല്ലിൽ നിന്നാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് ആകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റുള്ള സെല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ വേണ്ട ഈ ഒരു സെല്ലാണ്. അപ്പം ബാക്കി എല്ലാം നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.